വാർത്തകൾ തുടരുന്നു. കുട്ടമംഗലം സ്വദേശി ഷംസ് എലയടത്ത് രചിച്ച മദീന നിലാവ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടത്തി. കുട്ടമംഗലം മുന്നവിറുൽ ഇസ്ലാം മദ്രസ ഹാളിൽ നടന്ന ചടങ്ങ് മഹല്ല് ഖത്തീബ് മുഹമ്മദ് ഷെരീഫ് ഹസനി ഉദ്ഘാടനം ചെയ്തു. ഷംസ് എലയടത്ത് രചിച്ച മദീന നിലാവ് എന്ന പ്രവാചക പ്രകീർത്തന കാവ്യ ശകലങ്ങളുടെ സമാഹാരങ്ങളുടെ പുസ്തക പ്രകാശന ചടങ്ങിലാണ് നാം സംഗമിച്ചിട്ടുള്ളത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിക്കുക എന്നത് വലിയ സൽക്കർമ്മമായി മുസ്ലിം ലോകം വിശ്വസിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കേരളക്കരയിൽ ജീവിച്ച അറബിയിലും അറബി മലയാളത്തിലുമൊക്കെയായി എമ്പാടും കവിതകളും ഗ്രന്ഥങ്ങളും രചിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ തൊട്ടുകിടക്കുന്ന മലപ്പുറം ജില്ലയുടെ പ്രദേശത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന വെളിയങ്കോട് ഉമർത്താവ്. അദ്ദേഹത്തിൻ്റെ അറബി കാവ്യശകലങ്ങളിൽ അദ്ദേഹം പ്രവാചക പ്രകീർത്തനം നടത്തിക്കൊണ്ട് പറയുന്നതായി കാണാം. പ്രവാചകനെ മഹത്വപ്പെടുത്തുന്നതും അവിടുത്തെ സ്നേഹിക്കുന്നതും വലിയ പുണ്യകർമ്മമായി ഞാൻ മനസ്സിലാക്കുന്നു എന്ന് മാധ്യമപ്രവർത്തകൻ ഷിനോജ് കെ ഷംസുദ്ദീൻ, എഴുത്തുകാരൻ ബാപ്പു വലപ്പാടിന് നൽകി പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. ഉറുദുവിലെ രണ്ട് തരത്തിലാണ് ഇത് കാണുന്നത്. നഗത്ത് എന്ന് പറഞ്ഞിട്ട് പ്രവാചകനെ പ്രകീർത്തിക്കുന്ന ആ ശാഖയും, അതേപോലെ പടച്ചവനെ പ്രകീർത്തിക്കുന്ന രചനകൾക്ക് ഹംദ് എന്ന് പറയുന്ന ഒരു ശാഖയുമാണ്. അതോടൊപ്പം തന്നെ ഇസ്ലാമിക പ്രബോധന രംഗത്തും അതേപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക രംഗത്തും പ്രവർത്തിച്ചു വരുന്നവരുടെ ചരിത്രം പറയുന്ന, നമ്മൾ മലയാളത്തിൽ മാലപ്പാട്ട് എന്നൊക്കെ പറയാവുന്ന ഇതിനെ ഖവാലി എന്ന് പറഞ്ഞിട്ട് വടക്ക്, ഇത്തരത്തിൽ ഈ ശാഖ ഇനിയും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു മേഖലയാണ്. ആ മേഖലയിലേക്കാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഷംസ് എലയടത്ത് എന്ന് പറയുന്ന പുതിയ എഴുത്തുകാരൻ, താരതമ്യേന പുതിയ എഴുത്തുകാരൻ എന്ന് പറയാവുന്ന ആള് 35 കവിതകൾ ഒറ്റ പുസ്തകത്തിൽ നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്. വേറൊരു അഭിമാനം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ കൊച്ചി ലൈബ്രറിയിൽ നമ്മുടെ നാട്ടുകാരായ 2 പേര് എഴുതിയ 2 പുസ്തകങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഈ ഗ്രാമത്തിന്റെ വലിയൊരു അഭിമാനമായിട്ടുള്ള സംഗതിയാണ്. പറയുമ്പോൾ 20 പുസ്തകങ്ങൾ എഴുതിയുള്ള ബാപ്പു വലപ്പാട് നമ്മുടെ ഒപ്പമുണ്ട്. അദ്ദേഹം ഇപ്പൊ നമ്മുടെ നാട്ടുകാരനാണ്. പക്ഷെ അദ്ദേഹം കുഞ്ഞുണ്ണി മാഷ അടക്കം വലിയ എഴുത്തുകാരുള്ള വലപ്പാട് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പേരാണ് അദ്ദേഹത്തോട് ഒപ്പമുള്ളത്. മൊയ്തു പണിയത്തടക്കം ഉള്ള വലിയ എഴുത്തുകാരുള്ള സ്ഥലമാണ് വലപ്പാട്. പക്ഷെ കുട്ടമംഗലം എന്ന് പറയുന്ന ഈ കൊച്ചു സ്ഥലത്തിന്റെ അഭിമാനമായിട്ട് ഇവർ 2 പേര് ഈ നമ്മുടെ വായനശാലയിൽ ഉണ്ടാകുമെന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. മാസ്റ്റേഴ്സ് കോളേജ് MD PK ഹംസ അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് DYSPയും എഴുത്തുകാരനുമായ സുരേന്ദ്രൻ മങ്ങാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. പുസ്തകം വാങ്ങിച്ച് തന്നെ വായിക്കും. എഴുത്തുകാരനായിട്ടുണ്ടാകുന്ന സംതൃപ്തിയാണ്. നിങ്ങളുടെ എത്ര പേരുടെ കയ്യിൽ ഈ പുസ്തകം എത്തിയെന്നുള്ളതും നിങ്ങളിത് വായിച്ചു എന്നുള്ളതാണ് എഴുത്തുകാരന്റെ സംതൃപ്തി. ഇതിലെ സാമ്പത്തിക കാര്യങ്ങളല്ല, പകരം നിങ്ങൾ അയാളെ വായിക്കപ്പെടുന്നു എന്നുള്ളതാണ് അയാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം. അപ്പൊ മദീന നിലാവ് എന്ന് പറയുന്ന ഈ പുസ്തകം, ഹാസ്യന്റെ പുസ്തകം, നിങ്ങളെല്ലാവരുടെയും കൈകളിൽ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ഈ വേളയിൽ അഭ്യർത്ഥിക്കുകയാണ്. ഇതിലെ എനിക്ക് തോന്നുന്ന പ്രവാചകനെ കുറിച്ച് ഉള്ള സ്തുതിഗീതങ്ങളായിരിക്കണം ഈ പുസ്തകത്തിലെ ആലേഖനം ചെയ്തിരിക്കുന്നത്. മദീന എന്നത് ഉദ്ദേശിക്കുന്നത് പ്രവാചകമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. പ്രവാചകമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഇതിലുള്ളത്. ഞാൻ വീണ്ടും പറഞ്ഞു, ഞാൻ വായിച്ചിട്ടില്ല, പൂർണ്ണ വായിച്ചിട്ടില്ല. ഇവിടെ എത്തുമ്പോഴാണ് ഞാൻ ഈ മനോഹരമായ പുസ്തകം ഇതിപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് വേണ്ടി തുറക്കുമ്പോഴാണ് ഞാൻ ഈ പുസ്തകം ഞാനും കാണുന്നത്. അപ്പൊ എല്ലാവരും വായിക്കാം. ഇതിനൊപ്പം തന്നെ നിങ്ങൾ ഇപ്പൊ നമ്മള് വാക്കുകളിലേക്കും വരികളിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വായന ഇന്നത്തെ കാലത്ത് കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ മൊബൈലിലേക്കാണ് എല്ലാവരും ശ്രദ്ധ. മൊബൈൽ പിടിച്ച് യൂട്യൂബും സോഷ്യൽ മീഡിയയിൽ കണ്ട് യൂട്യൂബ് ഡോക്ടർമാര്, യൂട്യൂബ് സാഹിത്യം, അല്ലെ, യൂട്യൂബ് സ്പോർട്സ്, യൂട്യൂബിലാണല്ല.
നമ്മളെല്ലാം ഗൂഗിളിലും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് അവസാനം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് തലയിട്ടിരിക്കുന്ന ഒക്കപ്പക്ഷിയുടെ ഒരു ലെവലിലേക്ക് നമ്മൾ പോയി. വാർഡ് മെമ്പർ PH ബാബു, KH മസൂദ്, PS സൈനുദ്ദീൻ, ഇർഷാദ് വലിയകത്ത് എന്നിവർ സംസാരിച്ചു. റിട്ടയർഡ് അധ്യാപകനും പൊതുപ്രവർത്തകനുമായ ഹുസൈൻ മാസ്റ്ററെയും CMA പരീക്ഷയിൽ റാങ്ക് നേടിയ അമലിനെയും ചടങ്ങിൽ ആദരിച്ചു. കശുവണ്ടി വ്യവസായത്തിന്റെ നാട്ടിൽ കശുവണ്ടി പരിപ്പ് ഉപയോഗിച്ച് മുഖ്യമന്ത്രിയുടെ രൂപം തീർത്ത കലാകാരനായ ഡാവിഞ്ചി സുരേഷ്. നവകേരള സദസ്സിന്റെ ഭാഗമായാണ് 28 ചതുരശ്ര അടി വിസ്തീർണത്തിൽ കലാസൃഷ്ടി ഒരുക്കിയത്. 2 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന കശുവണ്ടിപ്പരിപ്പാണ് ഉപയോഗിച്ചത്. ഇതിനായി വിവിധ തട്ടിലുള്ള പരിപ്പ് വേർതിരിച്ച് നിറവിന്യാസം ഒരുക്കി. തോട് കളയാത്ത കശുവണ്ടിപ്പരിപ്പ് ഉപയോഗിച്ചാണ് മുഖചിത്രത്തിന് പശ്ചാത്തലം ഒരുക്കിയത്. സംസ്കരിച്ച കശുവണ്ടിത്തോട് കഷ്ണങ്ങളാക്കി തലമുടിയുടെ കറുപ്പ് നിറവും മഞ്ഞൾപ്പൊടി ചാലിച്ച കശുവണ്ടിപ്പരിപ്പ് നിരത്തി മുഖവും ഒരുക്കി. കശുവണ്ടിപ്പരിപ്പിന്റെ സ്വാഭാവിക വെള്ളനിറത്തിനൊപ്പം 10ലേറെ ഫുഡ് കളറുകളും ഉപയോഗിച്ചു. കൊല്ലം ബീച്ചിൽ നിർമ്മിച്ച പ്രത്യേക പ്ലാറ്റ്ഫോമിലാണ് കലാസൃഷ്ടി ഒരുക്കിയത്. 7 മണിക്കൂറോളം എടുത്താണ് ചിത്രം പൂർത്തിയാക്കിയത്. കശുവണ്ടി വികസന കോർപ്പറേഷൻ, കാപ്പെക്സ് കേരള കാഷ്യൂ ബോർഡ്, കശുവണ്ടി തൊഴിലാളി ആശ്വാസ ക്ഷേമനിധി ബോർഡ്, ഏജൻസി ഫോർ എക്സ്റ്റൻഷൻ ഓഫ് കാഷ്യൂ കൾട്ടിവേഷൻ, ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പ് എന്നിവ സഹകരിച്ചാണ് കലാരൂപം ഒരുക്കിയത്. ഡാവിഞ്ചി സുരേഷിന്റെ 94ാമത് മീഡിയമാണ് കശുവണ്ടി. സിംബാദ്, ഇന്ദ്രജിത്ത് ഡാവിഞ്ചി, സന്ദീപ്, ഫെബി താടി, ഹാരിസ് കൊല്ലം എന്നിവർ സഹായികളായി. മുകേഷ് MLA ഉദ്ഘാടനം ചെയ്തു. കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ S ജയമോഹൻ, KSFE ചെയർമാൻ K വരദരാജൻ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ PR സാബു തുടങ്ങിയവർ പങ്കെടുത്തു. മതിലകം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ തീരശ്രീ പ്രതിഭാതീരം കായിക തീരം പദ്ധതിയുടെ ഭാഗമായി ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു. സീമ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സഹകരണത്തോടെയാണ് 10 മുതൽ 15 വയസ്സുവരെയുള്ള കുട്ടികൾക്കായി ക്യാമ്പ് സംഘടിപ്പിച്ചത്. തട്ടുങ്ങൽ AMUP സ്കൂളിൽ നടന്ന ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ഇത്രയേറെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി നടക്കുന്നു എന്ന് അറിയുന്നതും ആ പരിശീലന പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചത് എനിക്കുള്ള ഒരു അവാർഡായിട്ട് ഞാൻ പരിഗണിക്കുകയാണ്. ഈ കുടുംബശ്രീ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് തുടങ്ങിയപ്പോൾ ഏതാണ്ട് 25 കൊല്ലത്തിലധികമായി. കുടുംബശ്രീ തുടങ്ങിയ സന്ദർഭത്തിൽ പലരും പറഞ്ഞു, ഇത് ഞായറാഴ്ചകളിൽ സ്ത്രീകൾക്ക് പൗഷന്യം കുത്താനുള്ള ഒരു സംഘമാണ് ഈ കുടുംബശ്രീ എന്നാണ് അക്കാലത്തെ ആളുകൾ, എതിരാളികൾ പറഞ്ഞത്. പക്ഷേ 25 കൊല്ലം കൊണ്ട് കുടുംബശ്രീ വളർന്നു. 25 കൊല്ലം കൊണ്ട് ഒരു വ്യക്തി, ഒരു പ്രസ്ഥാനം വളരുന്നതിനേക്കാൾ ആ വേഗതയിലല്ല 250 കൊല്ലം കൊണ്ടുള്ള വളർച്ചയാണ് 25 കൊല്ലം കൊണ്ട് കേരളത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനം നേടിയത് എന്ന് ഇന്ത്യ യൂണിയന്റെ പ്രസിഡന്റ് ഒരു വനിത കേരളത്തിൽ വന്ന് കേരളത്തിലെ കുടുംബശ്രീ ലോകത്തിന്റെ അഭിമാനമാണ് എന്ന് പറയുന്നിടത്തേക്ക് കേരളവും കേരളത്തിലെ കുടുംബശ്രീ എത്തി. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ ബേബി പ്രഭാകരൻ, കുടുംബശ്രീ DPM റിജി തോമസ്, അജിഷ, കോച്ച് ബിജു, പഞ്ചായത്ത് അംഗങ്ങളായ MK പ്രേമാനന്ദൻ, BS രവീന്ദ്രൻ, KK സഗീർ, സഞ്ജയ് ശാർക്കര, ജസ്ന ഷമീർ, രജനി ബേബി, അരുൺ ലാൽ, പാപ്പിരിവട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് CK ഗോപിനാഥൻ, സ്കൂൾ മാനേജർ PM അബ്ദുൾ മജീദ് തുടങ്ങിയവർ സംസാരിച്ചു. 610 ഗ്രാം തൂക്കവുമായി 6ാം മാസത്തിൽ പിറന്നു വീണ കുരുന്ന ഇന്ന് ചരിത്രം തിരുത്തി കുറിക്കുകയാണ്.
കുഞ്ഞിന്റെ ജീവനിൽ പ്രതീക്ഷ വേണ്ടെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയെങ്കിലും വിധിയെ മറികടന്ന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ് ഈ 2 വയസ്സുകാരൻ. തൃശൂർ അളഗപ്പ നഗർ സ്വദേശി ശ്രേയസാണ് അതിജീവനത്തിന്റെ പാതയിലൂടെ അഭിമാനമായി മാറിയത്. 2 വയസ്സ് തികയുമ്പോൾ ശ്രേയസ് തിരുത്തിക്കുറിച്ചത് വിധിയെ മാത്രമല്ല, ചരിത്രം കൂടിയാണ്. 14 ജില്ലകൾ, 7 ഭൂഖണ്ഡങ്ങൾ, 10 രാജ്യങ്ങളുടെ പതാകകൾ, ദിവസങ്ങൾ, പഴങ്ങൾ, പച്ചക്കറി തുടങ്ങി ഇംഗ്ലീഷ് അക്ഷരമാല വരെ മനഃപ്പാഠമാണ് ശ്രേയസിന്. ഇന്ത്യയുടെ രാഷ്ട്രപതിയെയും പ്രധാനമന്ത്രിയെയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയുമൊക്കെ ഈ 2 വയസ്സുകാരന് പരിചിതമാണ്. മാസം തികയാതെ 6ാം മാസത്തിലായിരുന്നു ശ്രേയസിന്റെ ജനനം. അതും വെറും 610 ഗ്രാം മാത്രം തൂക്കം. ജീവൻ തന്നെ നിലനിൽക്കുമോ എന്നുപോലും ഉറപ്പില്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നുപോയതെന്ന് ശ്രേയസിന്റെ അമ്മ കാവ്യ പറയുന്നു. വെറും 610 ഗ്രാമിലാണ് എനിക്ക് കിട്ടിയത് അവനെ. അപ്പം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അവന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഹാർട്ടിനും അതുപോലെ തന്നെ ഓക്സിജൻ വലിക്കുന്നതിന് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ബ്ലഡിൽ ഇൻഫെക്ഷനും കാര്യങ്ങൾ, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളായിട്ടാണ് വന്നത്. ഒന്നാമത് അറിയാം, നോർമൽ പ്രീമച്ചുവർഡ് ബേബീസ് ആകുമ്പോൾ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഡോക്ടർ ഒട്ടും പ്രതീക്ഷിക്കരുത്, അവനിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത് എന്ന് പറഞ്ഞ ഒരു സമയം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് മുന്നിൽ. അപ്പം അതിൽ നിന്നൊക്കെ അവൻ രക്ഷപ്പെട്ട് ഈ ഒരു ലെവലിൽ എത്തിയതിലാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. അവൻ ഇതൊക്കെ പറയണു, നോർമൽ കുട്ടികളെ പോലെ ഓടണു, ചാടണു, കളിക്കണു, കുറുമ്പുകൾ കാട്ടണു, അതൊക്കെ കേൾക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷം. എന്നാൽ തളരാതെ അമ്മ മനസ്സിന്റെ കരുത്തുകൊണ്ട് കാവ്യ അവനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. കുഞ്ഞിനോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കണം എന്ന് ഡോക്ടർ പറഞ്ഞു. അതുപ്രകാരം പലതും പറഞ്ഞു. വാക്കുകൾ കിട്ടാതായപ്പോൾ ജില്ലകളുടെ പേരുകൾ പറഞ്ഞു തുടങ്ങി. ഒരു ദിവസം ശ്രേയസ് അത് തിരികെ പറഞ്ഞു. അങ്ങനെ ഓരോ അറിവും അവന് അമ്മ പകർന്നു നൽകിയപ്പോൾ അവനത് മനഃപ്പാഠമാക്കി പകരം സമ്മാനിച്ചത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആയിരുന്നു. ഇനി US എവിടെ? USA പാകിസ്ഥാൻ എവിടെ? പാകിസ്ഥാൻ. താങ്ക് യു. പാകിസ്ഥാൻ എവിടെ? പാകിസ്ഥാൻ. മകന്റെ അതിജീവനത്തെക്കാൾ വലുതായി ഒരു റെക്കോർഡും തന്നെ സന്തോഷിപ്പിക്കുന്നില്ല എന്നാണ് കാവ്യയ്ക്ക് പറയാനുള്ളത്. ഒരു ദിവസം ഞാൻ കുറുക്കൊക്കെ കൊടുക്കുന്ന സമയത്താണ് അവൻ ഇതേപോലെ ജില്ലകളൊക്കെ പറഞ്ഞു. ഞാൻ തിരുവനന്തപുരം, കൊല്ലം കഴിഞ്ഞിട്ട് നിർത്തിയപ്പോൾ ആള് ബാക്കിയുള്ളത് പറയാൻ തുടങ്ങി. അപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ, ഇവൻ ഇതൊക്കെ പറയണ്ടല്ലോ, അപ്പൊ എന്തായാലും കൂടുതൽ പറഞ്ഞു കൊടുക്കാം എന്നുള്ളൊരു ഇത് വന്നത്. ആരും വിശ്വസിച്ചിരുന്നില്ല ഇതിനെ കുറിച്ചിട്ട്. ഞാൻ പറഞ്ഞാലും ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞാലും ഇത്രയും പ്രീമച്ചുവർഡ് ആയ കാരണം ആർക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ചെയ്യണ എന്നൊക്കെ പറയുമ്പോൾ. പിന്നെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ അവർക്ക് വിശ്വാസമായി. ഇപ്പൊ ഇതും കൂടി കിട്ടിയപ്പോൾ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഷോക്കായി പോയി. ഇങ്ങനെ ഒരു സംഭവം ഇപ്പൊ എല്ലാരും കാണുമ്പോ ഒക്കെ പറയണോണ്ട് കേൾക്കും, ഒക്കെ സന്തോഷം. ഇന്ന് ശ്രേയസ് നാടിനും വീടിനും അഭിമാനമായി മാറുമ്പോൾ അതിജീവനത്തിന്റെ പാതയിലെ ഓരോ താളുകളും ഓർത്തെടുത്ത് പങ്കുവയ്ക്കുകയാണ് ഈ കുടുംബം. ഗവർണർ പദവിയെക്കുറിച്ച് ആരിഫ് മുഹമ്മദ് ഖാന് നിശ്ചയമുണ്ടോ എന്ന് EP ജയരാജൻ. ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ എന്ന് പറയുന്ന പദവിയെക്കുറിച്ച് അദ്ദേഹത്തിന് വല്ല നിശ്ചയമുണ്ടോ? ഇതിന് മറുപടി പറയേണ്ടത് BJP ആണ്, കേന്ദ്ര മന്ത്രിമാരാണ്, കേന്ദ്ര ഗവൺമെന്റാണ് മറുപടി പറയേണ്ടത്. ഇങ്ങനെയാണോ ഒരു ഗവർണർ പെരുമാറേണ്ടത്? ഈ ഗവർണർ പെരുമാറുന്നത് പോലെ ഇന്ത്യ യൂണിയൻ പ്രസിഡന്റ് പെരുമാറിയാൽ എന്തായിരിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അവസ്ഥ? ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് കാർന്നൊക്കെ ചാടി ഇറങ്ങി അടിപിടിക്ക് പോകുന്ന മട്ടിലല്ലേ ഒരു ഗവർണർ പോകുന്നത്? ഈ കേരളത്തിന് ഇന്ത്യക്ക് അപമാനകരമാണ് അദ്ദേഹത്തിൻ്റെ നടപടികൾ, അപമാനമാണത്. അദ്ദേഹം ഈ സംസ്കാര ഉള്ളൊരു നാട്, കേരളം സംസ്കാര സമ്പന്നരുടെയും വിദ്യാസമ്പന്നരുടെയും നാടാണ്. ആ നാട്ടിലെ ജനങ്ങൾക്കും ഗവൺമെന്റിനും അപമാനകരമാണ് ഈ ഗവർണർ. ഗവർണർ ഇന്ത്യക്ക് തന്നെ അപമാനമാണ്. അദ്ദേഹത്തെ അടിയന്തരമായി തിരിച്ചു വിളിക്കണം. തിരിച്ചു വിളിക്കാൻ ബന്ധുക്കളും കേന്ദ്ര ഗവൺമെന്റും BJPയും തയ്യാറാകണമെന്നും EP ജയരാജൻ തൃശൂരിൽ പറഞ്ഞു. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 3 പീടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചന്ദ്രാപിന്നിയിൽ പച്ചക്കറി കട കുത്തി തുറന്ന മോഷണം. തൃശൂർ അരിയങ്ങാടിയിൽ മോഷണം. കുന്നംകുളം പഴഞ്ഞി വെസ്റ്റ് മങ്ങാട് യുവാവിനെ സംഘം ചേർന്ന് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു.
വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.